അത് സംഭവിച്ചു. എന്താണെന്നല്ലേ, ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു ഈ പോർക്കറി ഉണ്ടാക്കുന്നത്. ബൈ ദ വേ, പോർക്കറി ഞാൻ ഉണ്ടാക്കിയത് ഇതിങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടെങ്കിൽ കാണാൻ പറയും. പക്ഷെ ഭംഗിയുണ്ട് കാണാൻ ഭംഗിയുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന രീതി ഞാൻ പറയാം. കാണിക്കൽ ഇനിയിപ്പോൾ ഒരു നിവൃത്തിയില്ല, പോർക്ക് നുറുക്കുന്നത് മാത്രമേ നിങ്ങൾക്ക് കാണാനുള്ള യോഗമുള്ളൂ. പക്ഷെ എളുപ്പത്തിൽ പറഞ്ഞ സവോള വെട്ടി നുറുക്കി ചെറുതായിട്ടൊന്ന് വാട്ടി കഴിഞ്ഞപ്പോൾ അതിന് പച്ചമുളക് ഇട്ടു ആവശ്യത്തിന്. അത് കഴിഞ്ഞിട്ട് തക്കാളി ഒരെണ്ണം ഇട്ടു. അത് കഴിഞ്ഞിട്ട് അത് വാടി കഴിഞ്ഞപ്പോൾ ആവശ്യത്തിന് ഗരം മസാലയും മല്ലിപ്പൊടിയും ഇച്ചിരി പൊട്ടിക്ക് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും നാരങ്ങ നീരും ഇത്രയും സാധനങ്ങൾ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഒന്ന് ചൂടാക്കാൻ വെച്ചു ലോ ഫ്ലെയിമിൽ തന്നെ. അത് കഴിഞ്ഞിട്ട് ഇവരുടെ പോർക്ക് ഇട്ടു, അടച്ചു വെച്ചു. പിന്നെ ഒരു 1/4 മണിക്കൂർ കഴിയുമ്പോഴേക്കും മണം വന്നു തുടങ്ങും. മണം വന്നു തുടങ്ങിയിട്ട് മണത്തിനനുസരിച്ച് എന്തൊക്കെ കുറവുണ്ടോ അതൊക്കെ കൂടി ഇട്ടു. എന്നിട്ട് പിന്നെ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 1 മണിക്കൂർ ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചു. ഞാൻ തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ ഫ്ലെയിം കൂട്ടി വെച്ച് വേവിക്കുന്ന പരിപാടി അങ്ങനെ ആർഭാടായിട്ടില്ല. കൂടുതൽ ലോ ഫ്ലെയിമിലിട്ടാണ് വേവിക്കാറ്. വെന്തു എടുത്തു. ഇതേ അവർ കറി ഈസ് റെഡി. ആൻഡ് ഇപ്പോൾ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കറി പകർത്താൻ പോകുന്നു. കാലത്ത് പറഞ്ഞ അതേ റീസൺ, സമയത്തിൻ്റെ കുറവ് കാരണം ഞാൻ ഇപ്പോഴേ കറി പകർത്തി വയ്ക്കുകയാണ്. കാരണം എനിക്ക് കാലത്ത് നാളെ 4:30 എണീക്കണം. അതുകൊണ്ട് തന്നെ 4:30 എൻ്റെ ചോറ് പകർത്താനുള്ള ബുദ്ധിയോ ബോധമോ എനിക്കില്ല. കാലത്ത് 4:30 അല്ലെങ്കിൽ വെളുപ്പാങ്കാലത്ത് എൻ്റെ ജോലിക്ക് പോകുന്നവർക്കും ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാകും. കാരണം അപ്പോൾ ബുദ്ധിയോ ബോധമോ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പകർത്തി വയ്ക്കും. വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഞാൻ പകർത്തി വയ്ക്കും. ചോറടക്കം എല്ലാ സാധനങ്ങളും. ഇപ്പോൾ ചോറ് പകർത്തി. ബാക്കി ജോലിക്ക് പോകുമ്പോൾ കുറച്ച് സാധനങ്ങളും കൂടി ഞാൻ കൂടെ കൂട്ടാറുണ്ട്. ഒരു ഫ്രൂട്ട് എന്ന ഗണത്തിൽപ്പെടുത്താവുന്ന ആപ്പിൾ 2 എണ്ണം. പിന്നെ ഇതിനകത്ത് ഈന്തപ്പഴം ഉണ്ട്. പിന്നെ കുറച്ച് വേഫർ ഉണ്ട്, കശുവണ്ടി ഉണ്ട്. ഇത്രയും സാധനങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ പവർ ബാങ്ക്, പിന്നെ നമ്മുടെ കുറച്ച് ഐറ്റംസ് ഉണ്ടാവും. പിന്നെ ഈ കവർ ഈ പാത്രം വെക്കാനാണ്. ഇത് പടച്ചു വെക്കില്ല, ഇങ്ങനെ തുറന്നു വെക്കുള്ളൂ. ഒരു 10% കാറ്റ് പോണ രീതിയിൽ തുറന്നു വെക്കുള്ളൂ. അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലത്ത് കുഴപ്പമില്ല, ഒരു 12 മണിയാകുമ്പോഴേക്കും ചോറും കറിയും വളിക്കും. അതുകൊണ്ട് തന്നെ ഇതിന് ആവി മൊത്തത്തിൽ പോകുവാനും ഒന്നിരുന്ന് തണുക്കുവാനും ഞാൻ തുറന്നു വയ്ക്കാറാണ് പൊതുവെ തുറന്നു വയ്ക്കാറാണ് ഉള്ളത്. അതോടുകൂടി എൻ്റെ ഇന്നത്തെ രാത്രിയിലത്തെ പരിപാടി കലാസ്. ചോറുണ്ണലും നടന്നിരുന്നു. അതും മറന്നുപോയി. അത് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച ടോർട്ടില്ലയും പയറും ഉണ്ടല്ലോ, അത് ചോറും പയറും ആക്കി. വാവ്, എന്താ കോമ്പിനേഷൻ അല്ലേ. അതിൻ്റെ കൂടെ ഇച്ചിരി മാങ്ങച്ചാറും കൂടി ഇട്ടിട്ട് കഴിച്ചു. അത്രയാണ് ഇന്ന് സംഭവിച്ചത്. വേറെ ഒന്നും സംഭവിച്ചില്ല. പൊതുവെ വെള്ളിയാഴ്ചകൾ എൻ്റെ വളരെ 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 ബോറിംഗ് ആയിരിക്കും. കാരണം വെള്ളിയാഴ്ച ഞാൻ ബോഡീനെ കൊണ്ട് അധികം വർക്ക് ചെയ്യിപ്പിക്കാറില്ല. കാരണം ശനിയും ഞായറും എനിക്കുള്ളത് വളരെ മോശമാണ്. എന്തുകൊണ്ട് മോശം എന്നുള്ളത് യു വിൽ ഗ്രാജുവലി. സുപ്രഭാതം. അടുത്ത വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഈ അതിരാവിലെ ജോലിക്ക് പോവുകയാണ്. പിന്നെ ഈ കാണുന്ന ഇപ്പോഴത്തെ ഈ വെളിച്ചം കാലത്ത് 5 മണിക്കാണ്. ഞാൻ കിളികളുടെ ഒപ്പമാണ് എണീറ്റേക്കുന്നത്. ആഴ്ചയിൽ 2 ദിവസം ഞാൻ ഇങ്ങനെയാണ് കിളികൾ എണീക്കുന്ന സമയത്താണ് എണീക്കാറുള്ളത്. പിന്നെ പുറത്ത് വല്ല പരിപാടിക്ക് പോകണമെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ പോലെ കിളികൾ എണീക്കുന്ന സമയത്തായിരിക്കും ഞാൻ തിരിച്ചുറങ്ങാൻ കിടക്കുന്നത്. ഉറക്കത്തിൻ്റെ കാര്യമൊക്കെ ഗോപിയാവും. ബട്ട് എന്തുകൊണ്ട് ഞാൻ ഇത്രയും കാലത്ത് എണീക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജോലിക്ക് പോവുകയാണ്. ഇന്ന് ജോലി സ്ഥലത്തെ കുഞ്ഞു സന്തോഷങ്ങളും കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പോകാം. അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. കാരണം അധികം ഞാൻ അവിടെ പോയി വീഡിയോ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അവിടെ ജോലിക്ക് പോകേണ്ട ആവശ്യം വരില്ല. സോ ഇന്ന് ജോലി സ്ഥലത്തെ കുഞ്ഞു വിശേഷങ്ങളായിട്ട് നമുക്ക് തീർക്കാം. കാലത്ത് എണീറ്റപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. അതായത് കാലത്ത് എണീറ്റ് കഴിഞ്ഞ് ജോലിക്ക് കൊടുക്കാനും മുന്നേ ചെയ്യുന്ന പരിപാടികൾ. പക്ഷേ സമയം കിട്ടിയില്ല. കാരണം ഞാൻ അവിടെ ഒരു 5 മിനിറ്റ് റൂളാണ് യൂസ് ചെയ്യുന്നത്. അതായത് 5 മിനിറ്റ് പരിപാടി. 5 മിനിറ്റിൽ ഡ്രസ്സ് മാറിൽ, 5 മിനിറ്റിൽ പല്ലേപ്പ്, 5 മിനിറ്റിൽ ഫ്രഷ് ആവൽ, 20 മിനിറ്റ് റൂള് സോറി. പിന്നെ 5 മിനിറ്റിൽ പാക്കിങ് രണ്ടും കൂടെ ഇറങ്ങുന്നു. അത് കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. അങ്ങനെ അവസാനം എൻ്റെ ഷിഫ്റ്റ് തുടങ്ങുന്ന സമയമായി. ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. ഞാൻ ആദ്യം പോകണം, അവർക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അവർ വരുമ്പോൾ പട്ടി പോസ്റ്റ് ആവും.
അപ്പോൾ അവർക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്തു. ഇവൻ ഉറക്കപ്പിച്ചാലാണ്, ഞാനും ഉറക്കപ്പിച്ചാലാണ്. ഇവനോട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അത് ഞാൻ അടുത്ത സെറ്റിലേക്ക് പോകുന്നതിന് മുന്നേ വാഷ്റൂമിൽ നിന്ന് ഫ്രഷ് ആവാൻ ശ്രമിച്ചു, നടന്നില്ല. അപ്പോഴേക്കും ഇവർ ആവശ്യത്തിന് പ്രൊഡക്ട്സ് ഒക്കെ എടുത്തു. ഇവർ തേപ്പ് അങ്ങോട്ട് തുടങ്ങി. ഒരു 100-500 ഡ്രസ്സ് ഇങ്ങനെ തേക്കാനുണ്ടാവും. അത് കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ചായ കുടിക്കാൻ പോയി. അതങ്ങനെ ഒരു ബ്രേക്ക് ഇല്ല, എന്നാലും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഞാൻ ചായ കുടിക്കാനുള്ളൊരു ബ്രേക്ക് കൊടുക്കാറുണ്ട്. കാരണം അതാണല്ലോ എൻ്റെ ഒരു ഇത്. അത് കഴിഞ്ഞ് അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. ഇവനിവിടെ ഇവൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കണം. ഞാനും ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് ബോറടിക്കുമ്പോൾ. നമ്മളെല്ലാം ചെയ്യണം, അതാണ് അതിൻ്റെ ഒരു സുഖം. ഇവളാണെങ്കിൽ ഈ ഡ്രസ്സ് ഇതുമ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോയി. ഇവനാണെങ്കിൽ അവിടെ ക്വാളിറ്റി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫോൺ ജസ്റ്റ് മിസ്സിനാണ് താഴെ വീഴാണ്ടിരുന്നത്. അത് വീണ്ടിരുന്നെങ്കിൽ അവരെന്നെ കൊന്നാനെ. ഇത് ഞാൻ അടുത്ത ടീമിൻ്റെ അടുത്തേക്ക് പോയി. ഇവരിവിടെ ഡ്രസ്സിൻ്റെ വേറെ കുറച്ച് പരിപാടികൾ ചെയ്യണു. കുറേ പരിപാടികൾ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാനിവിടെ നിന്ന് അടുത്ത ആളുടെ അടുത്ത് പോയപ്പോൾ അവൾ ചെയ്യേണ്ട പണി എനിക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. അപ്പം അത് ഞാൻ അങ്ങോട്ട് ചെയ്തു കൊടുത്തു. അതിനിടയ്ക്ക് അവളുടെ ഫോണും താഴെ വീണു. എന്തോ ഭാഗ്യത്തിന് പൊട്ടിയില്ല. ഞാൻ നേരെ അടുത്ത ആളുടെ അടുത്ത് പോയി. അവളവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോരോ പരിപാടികളായിട്ട് അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു ദിവസം ഫുള്ള്. ഇന്നിപ്പോൾ കൊലപ്പണിയായിരുന്നു. കൊലപ്പണി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നിലത്ത് നിൽക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് അങ്ങനെ ആർഭാടമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു റിയാലിറ്റി കൂടിയുണ്ട്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു സ്റ്റുഡിയോയിലാണ്, മോഡലിംഗ് സ്റ്റുഡിയോയിൽ. അപ്പോൾ അവിടെ അധികം ഞാൻ ക്യാമറയും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ആ ക്യാമറയിൽ നിന്ന് തന്നെ എടുത്ത് വീട്ടിൽ പോകേണ്ടി വരും. കാരണം റെസ്ട്രിക്ഷൻസ് ഉണ്ട് ക്ലയൻറ്റിൻ്റെ വകയും അല്ലാതെയും. പിന്നെ ഞാനിവിടെ മേസ്തിരിയായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ ഞാനാണ് ബാക്കിയുള്ളവരെ നിയന്ത്രിക്കുന്നത്. അപ്പം ഞാൻ പോയിട്ട് ഈ പരിപാടിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പ്രശ്നമാവും. അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇച്ചിരി ഒക്കെ ക്ലിപ്പുകൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ ഈ വീഡിയോയുടെ മുന്നേ അവസാനം ഇടയ്ക്കെങ്കിലൊക്കെ കാണിച്ചു തരാം. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നണേന്ന് പറ. പിന്നെ ഞാൻ കുറച്ച് നേരം വെറുപ്പിക്കൽ പ്ലസ് സഹായിക്കൽ മോഡായിരുന്നു. പെട്ടി അങ്ങോട്ട് മാറ്റൽ അങ്ങനെ വെറുപ്പിക്കൽ. പിന്നെ അവിടെ നിന്ന് താഴെ നിന്ന് കുറച്ച് സാധനങ്ങൾ അടുത്ത റൂമിലേക്ക് വെക്കൽ. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ എങ്ങനെ ഈ ജോലി കിട്ടി അതൊക്കെ വഴിയേ പറയാം. ഇതിൻ്റെ ഇപ്പോൾ ഒരു യൂഷ്വൽ ഡേ പോലെ ഇവിടുത്തെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തത് നിങ്ങൾ കണ്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറ. ബേസിക്കലി ഒരു ഫ്ലിപ്കാർട്ടോ ആമസോണോ അല്ലെങ്കിൽ ഇപ്പോൾ മിന്ത്രയൊക്കെ ഇല്ലേ, അതിനകത്തൊക്കെ ഉള്ളൊരു സെറ്റപ്പ്. അതിനകത്ത് നമ്മളൊരു പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അതിനകത്ത് പല ആംഗിളിൽ കുറേ ഷോട്ട്സൊക്കെ കാണില്ലേ, ആ സംഭവമാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് പലരും പല സാധനങ്ങളും അയച്ചു തരുന്നു, നമ്മളത് ഫോട്ടോ എടുക്കുന്നു, തിരിച്ചവർക്ക് അയച്ചു കൊടുക്കുന്നു. ഈ ഫോട്ടോ നമ്മൾ അവർക്ക് കൊടുക്കുന്നു. ഇപ്പം എൻ്റെ ഒരു റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീക്കെൻഡിൽ വരുന്നു, എല്ലാവർക്കും ആവശ്യത്തിന് സാധനങ്ങൾ കൊടുക്കുന്നു, എല്ലാവരും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നു, അവർക്കൊല്ല പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കുന്നു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്നു, എല്ലാവരും പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ് പരിപാടികൾ അതൊക്കെ നോക്കുന്നു. ചുമ്മാ ചിൽ മോഡ് സെറ്റപ്പ്. ഇതെങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളത് വലിയ കഥയാണ്. കഥകൾ പറയാനാണെങ്കിൽ കുറേ ഉണ്ട്, പക്ഷേ ഇതെങ്ങനെ പറയും, എവിടെ കൊണ്ടെത്തിക്കും, അതുകൊണ്ടാണ് ഞാൻ കഥ പറഞ്ഞു തുടങ്ങാത്തത്. പക്ഷെ പറയാനെന്താ ബുദ്ധിമുട്ട്. ഇപ്പോഴാണെങ്കിൽ ബ്രേക്ക് ടൈമാണ്. ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. ഇനിയാണ് പരിപാടി. അവസാന മണിക്കൂറിലൊക്കെയാണ് ഇനി റഷ് ആവുക. ഈ കാണണ പാലറ്റും കൂടി മുകളിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പരിപാടി കഴിഞ്ഞു. മുകളിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു റൂമും കൂടി ഉണ്ട്. നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു റൂം, അവിടേക്ക് ഇതും കൂടി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഒന്ന് നോക്കിയും കണ്ടും ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇവൻ വീട്ടിലേക്ക് പോകുന്നു, കണ്ടോ? അവൻ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ അവസാനം ഇന്നത്തെ ജോലി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വലിയ സുഖമൊന്നുമില്ല. കഴിഞ്ഞോന്ന് വെച്ചാൽ കഴിഞ്ഞിട്ടില്ല. ഇനിയൊരു 2 മണിക്കൂറും കൂടി ഉണ്ട്. പക്ഷേ കഴിഞ്ഞെന്ന് പറയാം. ഇനി വലിയ പണികളൊന്നുമില്ല. തിരക്കും ബ്രഷും പരിപാടികളും ഒക്കെ ഒന്ന് ഒതുങ്ങി കൂടി എല്ലാം ഒന്ന് ഒതുക്കി ഇനി അവസാനം പോണക്കാലും വല്ല റിപ്പോർട്ടും കൂടി ഒന്ന് സെറ്റ് ചെയ്താൽ മതി. ബാക്കി പരിപാടികളൊക്കെ ഏതാണ്ടൊക്കെ തീരുമാനമായിട്ടുണ്ട്. ഇതാണ് എൻ്റെ ജോലി. ഒരു ടിപ്പിക്കൽ സ്റ്റുഡിയോ ജോലി. അവിടെ എല്ലാം മാനേജ് ചെയ്ത് ഇങ്ങനെ കൊണ്ട് നടക്കാം. ഇതന്നെ പരിപാടി. ഞാനിവിടുത്തെ ഏറ്റവും ലോ ഗ്രേഡിൽ നിന്ന് തുടങ്ങി. ഏറ്റവും ലോ ഗ്രേഡ് അവിടെ നിന്ന് ഇപ്പോൾ കയറി ഇവിടെ എത്തി. അതിൽ എനിക്ക് ആ ഒറ്റ കാര്യം പറയാനുള്ളത്, അവസരങ്ങൾ നമ്മളെ തേടി വരത്തില്ല. കിട്ടുന്ന അവസരങ്ങൾ കൊത്ത താപ്പും കൂടി സെറ്റ് ചെയ്യുക. താപ്പ് നോക്കി അങ്ങോട്ട് കയറി പോവുക. താപ്പാണോ ഗ്യാപ്പാണോ? നിങ്ങൾക്ക് സംഭവം മനസ്സിലായില്ലേ? അവസരം കണ്ടാൽ അവസരത്തിന് വേണ്ടി കട്ടയ്ക്ക് ശ്രമിക്കുക, കയറാൻ നോക്കുക, കയറി വരാം. ഒരാളും മോനെ ബായോ എന്നും പറഞ്ഞ് കൈ തരാൻ പോകുന്നില്ല. ആൻഡ് ഫൈനലി ഐ ആം ഹിയർ സിറ്റിംഗ് മാനേജിങ്. ഇങ്ങനെ പോകുന്നു.
അപ്പോൾ പലർക്കും ഒരു സംശയമുണ്ട്, സംശയമുണ്ടാകും ഞാൻ ആഴ്ചയിലെ എന്തുകൊണ്ട് ആകെ 7 ദിവസത്തിൽ 2 ദിവസം മാത്രം ജോലിക്ക് പോകുന്നു എന്നുള്ളത്. കാരണം എനിക്ക് പഠിക്കാനുണ്ട്, പ്ലസ് എനിക്ക് 7 ദിവസം ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. എനിക്കൊരു മാസം ഇടാനുള്ളത് ഈ പറയുന്ന 2 ദിവസം പോയാൽ എനിക്ക് കിട്ടും. പ്ലസ് ഒരു ലോഡ് സ്റ്റുഡൻസ് അവരുണ്ടെങ്കിൽ കയറി വരുന്നുണ്ട്. എല്ലാവർക്കും ജോലി വേണം. ഞാൻ ആർത്തി പിടിച്ചുള്ള ദിവസങ്ങൾ മുഴുവൻ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ വേറെ ആൾക്കാർക്കും ജോലി വേണമല്ലോ. അതുകൊണ്ട് എൻ്റെ ഉള്ളിലെ നല്ലവൻ പുറത്തു വന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നമുക്കിനി അടുത്ത വ്ളോഗിൽ കാണാം. ഇന്നപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി 15 മണിക്കൂറാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. മണിക്കൂർ പറഞ്ഞു കഴിഞ്ഞില്ലെങ്കിൽ മോശമല്ലേ. കാലത്ത് 6 മണി തൊട്ട് വൈകുന്നേരം 9 മണി വരെ. ഇത് ഒരു 8-9 മണി ആകുമ്പോഴേക്കും തീരും. ഇപ്പോൾ സമയം ഒരു 7 മണി ആവാറായിട്ടുണ്ട്. സ്പ്രിംഗ് ഒഫീഷ്യലി സ്റ്റാർട്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ അവിടെ കാണിക്കാനൊന്നുമില്ല. പലരും ഫോട്ടോ എടുക്കുന്നു, പലരും അത് പാക്ക് ചെയ്ത് കയറ്റുന്ന പരിപാടികളൊക്കെയാണ് നടക്കുന്നത്. നിങ്ങൾ ഏതാണ്ടൊക്കെ അവിടെ ഒക്കെ ആയിട്ട് ചെറിയ ഭാഗങ്ങളുണ്ടല്ലോ, അതൊക്കെ തന്നെയാണ് പരിപാടി. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നമുക്കിനി അടുത്തൊരു നല്ലൊരു വ്ളോഗിൽ കാണാം. നാളെ ഞാൻ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കിട്ടുമെന്ന് നോക്കട്ടെ. അപ്പോൾ ശരി. കഴിഞ്ഞു, കമ്പനി പൂട്ടി. ഇനി ഓട്ട മത്സരം. കാരണം 5 മിനിറ്റ് ട്രാം ഉണ്ട്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 1/2 മണിക്കൂർ ചൊറി കുത്തി ബസ് സ്റ്റോപ്പിൽ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് ഓട്ട മത്സരം. നമ്മൾ വേണമെന്ന് ചോടിക്കഴിഞ്ഞാണ്ടല്ലോ അമ്മേ, ചില സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച ട്രാം ഇതേപോലെ കിട്ടും. അത് കൊലോട്ടം ഓടണം. ഞാൻ ജോലി ചെയ്തോടത്ത് പറന്നു. കാരണം എനിക്ക് വയ്യതേ. ഒരു ആദ്യത്തെ ട്രാം കഴിഞ്ഞ് പിന്നത്തെ ട്രാം വരെ ഒരു 10-25 മിനിറ്റ് അവിടെ ചൊറിയും കുത്തി വെയിറ്റ് ചെയ്യണം. അതിനും ഭേദം ഓടി കിട്ടണ ട്രാം എടുക്കുക. കാരണം നാളെ പിന്നെയും ജോലിക്ക് വരണം. അതാണ് പ്രധാന കാരണം. ശ്വാസം പോലും കിട്ടണില്ല. പിന്നെ അതിൻ്റെ കൂടെ തണുപ്പും കൂടി ഉണ്ട്. കാലത്ത് സമ്മറും വൈകുന്നേരം തണുപ്പും. സോ ഇറ്റ് വാസ് നൈസ്. അങ്ങനെ സക്സസ്ഫുള്ളി ഇന്നത്തെ ദിവസം നമ്മൾ തീർത്തിരിക്കുകയാണ്. ഇനി അടുത്ത ദിവസം ജോലിക്ക് പോകുമ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഒരു ജോലി സ്ഥലത്ത് പ്രത്യേകിച്ച് വിശേഷങ്ങളായിട്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടാക്കാം. പക്ഷെ അത് ജോലിയെ തടസ്സപ്പെടുത്തിക്കൊണ്ടാവും. അതാണ് പ്രശ്നം. ഞാൻ എന്തെങ്കിലും ഒഴിവ് സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ പരിപാടിയിലുണ്ടെങ്കിൽ എന്തായാലും ചെയ്യാം. അപ്പോൾ ശരി, ബൈ.